മാമുട്ടിയാ ഓയ് അനക്കൊരു രസം കേൾക്കണോ? ഇന്റെ രണ്ടാമത്തെ മോളില്ല കെട്ടിച്ച് കാര്യം തീർത്തേ ഓക്ക് മൈസൂരിൽ നിന്നൊരു കല്യാണം വന്നിരുന്നു. എന്തിപ്പോ രസം മുഴുവൻ കണ്ട് പറയാ. ഓല് 3-4 വന്നു. ഓല് കുറേ വർത്താനം പറഞ്ഞു. അവസാനം പറഞ്ഞു പണ്ടും പണമൊന്നും വേണ്ട, നിങ്ങളാ കാര്യം നടത്തി തന്നാൽ മതി. ഞങ്ങളെ വല്യപ്പായിട്ട് മൈസൂർക്ക് പോയതാണ്, ഓലൊക്കെ ഇവിടെ ഉള്ളോല തന്നെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ മാണ്ടാന്ന് പറഞ്ഞു ആദ്യം തന്നെ. അതെന്താ മാണ്ടാച്ചു? അതൊന്നും നടത്താൻ പറ്റൂല. അങ്ങനത്തെ ഒരുപാട് തട്ടിപ്പ് കല്യാണം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ഓലാണ്ട് കെട്ടിച്ചയച്ചാൽ 1-2 കുട്ടികളും തൊക്കിൽ വെച്ച് ഓല് ഇങ്ങോട്ട് തന്നെ മടങ്ങും. പിന്നെ ഐറ്റങ്ങളിൽ കൂടി നോക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. മമ്മുവ നല്ലൊരു കല്യാണം കിട്ടിയാലേ ഇന്റെ പെണ്ണും മാണടാ. ഓക്ക് പിന്നെ ഒരു തൊഴിലൊക്കെ ഉണ്ട്. പേരിൽ നിൽക്കാൻ പറ്റിയ പുതിയാപ്പണ്ണ കിട്ടിയ ഏറ്റവും നന്നായിരുന്നു. ഓക്ക് 2 കുട്ടികളില്ലേ ആദ്യത്തെ കൂട്ടത്തില്? ഓക്ക് 2 കുട്ടികളുണ്ടല്ലോ. ആ കുട്ടികളുണ്ടായതുകൊണ്ടാണേ കല്യാണമൊക്കെ മടങ്ങി പോകേണ്ടത്. പിന്നെ ബെൻ്റെതൊക്കെ ഇന്റെ വയസ്സുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ കെട്ടിച്ചു കൊടുക്കല്. ഓക്ക് താല്പര്യമില്ല. പിന്നെ ആ ചെറിയ കുട്ടീൻ്റെ ഓളെ അതിന് ലേശൊരു മുണ്ടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പം അതൊക്കെ ആലോചിച്ചാണ് ഇങ്ങനെ മടിച്ചു നിന്നതാണ്. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നല്ലത് വന്നോളും, നമ്മൾ ബേജാറാവൊന്നും വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത് മൈസൂർ കല്യാണത്തിന് ആദ്യം തന്നെ തുനിയണ്ട. അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ എത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നുണ്ട്. മമ്മുവ ഈ കൊമ്പ് പോക്ക് തീർക്കൽ കഴിഞ്ഞിട്ടേ അവിടെയും കൂടി തറടക്കണമെന്ന് അൽബുട്ടേജി പറഞ്ഞേക്കേണ്ടത്. അല്ല മനുഷ്യ, ഇതിപ്പോ കൂലിയ കരാറങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. മൂപ്പരേ കരാർ എടുക്കാൻ വേണ്ടി കുറെ പറഞ്ഞു. ഞാൻ മാണ്ട അറിയേ കൂലിപ്പണി ആയതാ നമ്മളെ മട്ടത്തിന് അങ്ങനെ എടുത്തു കൊണ്ടുപോകാം. കൂലിപ്പണി ആയത് നന്നായി. മറ്റേതിപ്പോൾ നമ്മൾ ഈ കരാറെടുത്ത വയസ്സ് കാലത്ത് ഞമ്മക്കത് ഒപ്പിച്ചാൻ കഴിയൂല. ഇതിപ്പോ ആ കൂലി തരേണ്ടത് വാങ്ങാലോ. എല്ലാവർക്കും കിട്ടുന്ന കൂലി ഇപ്പൊ നമുക്ക് കിട്ടൂല. നമ്മൾ വയസ്സന്മാരല്ലേ. അയാൾ നമ്മളെ പണിക്ക് വിളിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയ അമ്മാന്തരം. എന്നാ തുടങ്ങല്ലേ? കൊറേ ഇരിക്കൽ തുടങ്ങിയിട്ട് ചേരായി. അനീഫ നമ്മൾ കോംപ്ലക്സിൻ്റെ പ്ലാൻ ഇപ്പോൾ എഞ്ചിനീയർ കൊടുക്കുന്നതാണ്. പാർക്കിംഗ് സൗകര്യം ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. പാർക്കിംഗ് ഓക്കെ ഇവിടെയാണ് എൻട്രൻസ് വരുന്നുണ്ട്. എൻട്രൻസ് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശമായിരിക്കാനല്ലേ? ഇല്ല ഓക്കെ, വളരെ വിശാലമാണ്. ഈ ഭാഗത്തുള്ള നമുക്ക് മറ്റേ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംഗതികളൊക്കെ വരുന്നുണ്ട്. അത് ഈ ഏരിയ വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിനിപ്പോ നമ്മളെ എഞ്ചിനീയർ എത്രയാണ് ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളത്? ഇതിപ്പോൾ ഫുൾ ഫിനിഷ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 22-25 CR അടിയിൽ വരുന്നതാണ് എഞ്ചിനീയർ പറഞ്ഞത്. അബ്ബാസെ, എഞ്ചിനീയർ ഒരു 25 പറഞ്ഞാലും നമ്മൾ പണിയെടുത്ത് വരുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടിനനുസരിച്ച് വികാസം കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു 30 CR വരും. അത് കരുതിക്കോ. ഞാനും ഏകദേശം ആ ബഡ്ജറ്റ് കണക്ക് കൂട്ടിക്കും. പിന്നെ നമ്മൾ അമീർ അലി വിളിച്ചിരുന്നു നമ്മൾ തുടങ്ങുന്ന കോംപ്ലക്സിൽ അവർക്കൊരു മാള് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞെന്താ അന്നായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന്. അത് നമുക്കേ ആലോചിച്ച് തീരുമാനിക്കാം. പെട്ടെന്ന് ഓക്കെ പറയണ്ട. എന്തായാലും ഒരു പറഞ്ഞ കാര്യം പെട്ടെന്ന് തള്ളണ്ട. ചിലപ്പോൾ നമുക്ക് പോലെ കൂട്ടി പിടിക്കേണ്ടി വരും. എനിക്കൊരു 10 CR പുറത്തുനിന്ന് വരാണ്ട്. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് വേർക്കും. അല്ല, ഞാൻ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെ നമ്മളിതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തൊരു ചെറിയ വീടുണ്ടല്ലോ, അതാണല്ലോ നമ്മളെ വിഷയം. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നീയാണ് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ കാര്യം എന്തായി? അതനീപ്പാ ചെറിയൊരു ചൊറയാണ്. ഞാൻ മൂപ്പരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ചൊറാന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ പറ്റിയ കേസല്ല കേട്ടോ. നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഷോ തന്നെയാണ് പോകും. നമ്മളെ ഗാർഡനൊക്കെ വരേണ്ട ആ ഭാഗത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യണം. അതിന് അലസത പറ്റൂല കേട്ടോ. അത് ഞാൻ ഒഴിവായിക്കോളാം. അതിപ്പോൾ നല്ലവർക്ക് ഒഴിവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുതായിട്ടൊക്കെ ഒന്നേ പണിയെടുക്കേണ്ടി വരും. എത്ര കുട്ടീനെ കാട്ടുന്നത്? അതിന് ബേജാത്തല്ലേ? എത്തിനാ ശിവജി അതിനെങ്ങനെ പ്രകൃതി കാട്ടുന്നത്? ഓണമക്കേ ഈ ഇറ്റത്തെ ചോറ് വെച്ചത് മേടിച്ചത് കീർത്തനട്ടാ കേൾക്കാണ്ടിട്ടാ. ഇപ്പേ പാടത്തുനിന്ന് പണി കഴിഞ്ഞ് വരികയാണ്. ഇനി ബൈതാനം പീടിയൊക്കെ ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് 2 മുട്ടായി കൊടുന്നിട്ടാ. ഇമ്മ പണി കഴിഞ്ഞ് വന്നേക്കാണ്. ഇമ്മ ഇതുവരെ വന്നിട്ടില്ല. അന്ന് ബസ് സമരാണേ, അതുകൊണ്ട് ബസ് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മള് ചായ ഉണ്ടായി കുടിച്ച വരി അമ്മ ആണ്ട് പോവട്ടാ. ഇജു അനീപ്പിയും കൂടി പറഞ്ഞേ
ആ പരിപാടി എന്താ നിങ്ങൾ തുടങ്ങാത്തത്? തുടങ്ങുന്നുണ്ട്, പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചേക്കണം. ഞാനിപ്പോൾ ആ പ്ലാനായിട്ട് ഇപ്പം അനീപ്പാൻ്റെ വീട്ടിൽ പോയി ഓനായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. ആ ഭൂമിൻ്റെ ഫ്രണ്ടിലുള്ളേ ആ ചെറിയ വീട് അവിടെ നിന്ന് ഒഴിവാക്കണം. അതിനെപ്പറ്റി ഇപ്പം എന്തെങ്കിലും സംസാരിച്ചു നിങ്ങളോട്? അതാ മൈമുട്ടീന്റെ പേരല്ലേ, ഓനെ ഒഴിഞ്ഞേരുന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഓനോട് കുറെ വർത്താനം പറഞ്ഞേക്കണു അതിനെ പറ്റി. ഇനി കേസ് കൊടുക്കണ്ടായിരുന്നോ ഇപ്പൊ പറയണത്? കേസ് കൊടുക്കലൊന്നും ഇപ്പം ശരിയാവില്ല. കാരണം ടൈം കുറേ പിടിച്ചാൽ കേസ് റെഡിയായി വരുമ്പോത്തിന് നിങ്ങളെ ഇപ്പാനോട് ഒന്നും കൂടി പറഞ്ഞുകാണ്ടേ അതൊന്ന് ശരിയാക്കാൻ പറയും. അല്ലെ ഇപ്പം ഞാനൊക്കെ ഇറങ്ങിയാലേ അത് വലിയ പ്രശ്നമാവും. ഇജ് ഇറങ്ങിയിട്ട് എന്താ പ്രശ്നമാവണു? പ്രശ്നമാവുകയാണെങ്കിൽ ആവട്ടെ. ഓനിങ്ങനെ അവിടെ ഒരു പേരൻ വെച്ചട്ടിക്കാട്ട്. വല്ലിപ്പാക്ക് ഏത് നേരത്താവും ആ തന്തക്ക് സ്ഥലം കൊടുക്കാൻ തോന്നിയത്? കുടുങ്ങി മനസ്സിലായി. എന്ത് കുടുങ്ങാന്? ഇജൻ വിചാരിച്ചാലേ ഓനെ ഒഴിവാക്കാനുള്ളേ ഉള്ളൂ. ഏതായാലും ഞാൻ ഓരോരുത്തൊന്ന് പോവുണ്ടേ. ഓനാ പെരിയെന്നൊന്ന് ഇറക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ. ബാപ്പ നോക്കിയിട്ട് നടന്നിട്ടില്ലല്ലോ, നീ മോൻ നോക്കിയിട്ട് നടക്കുമോ നോക്കുക. അസ്സലാമലൈക്കും. അജാക്കാ എവിടുന്ന് വരുന്നുങ്ങള്? ഞാൻ എന്റെ കൗങ്ങുന്തോട്ടത്തിൽ നിന്ന് വരികയാണ്. അവിടെ ആൾക്കാരിങ്ങനെ പൊക്കി കൊണ്ടുപോണ്ട്. അപ്പൊ ആരാന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ചെല്ലണ നേരത്തെ അവിടെ ആരും ഉണ്ടാവില്ല. ഞാനേ ആ കാര്യം പറയാനാണ് വണ്ടി സൈഡാക്കിയത്. നിങ്ങളത് ഇപ്രാവശ്യം നമുക്ക് പാടത്തിന് തരണോ? അതിനെന്താ പാപിത എനിക്ക് തരണ്ടിന്? കഴിഞ്ഞ കൊല്ലേ ആ മെയ്തുട്ടിക്കാണ് കൊടുത്തിരുന്നത്. ഓൻ തരണക്കാടിലും കുറച്ച് പൈസ കൂട്ടി തരാണെങ്കിലേ എനിക്ക് തരാം. മൂപ്പര് തരുന്നതിൽ അറിയാൻ തരാം. ഞാൻ എൻ്റെ ഒരു പാർട്ണർ ഉണ്ട്, ഞാൻ ഓനും കൂട്ടിക്കൊണ്ട് പോയോക്കട്ടെ. നിങ്ങൾ നല്ലോണം കണ്ടിട്ടൊക്കെ മതി. പിന്നെ അത്ര കിട്ടിയിട്ടില്ല എന്നൊന്നും എന്നോട് പറയരുത്. അതൊന്നും ഞങ്ങൾ പറയില്ല. എല്ലാ ഇങ്ങളും എതിർസാക്കി എന്തെങ്കിലും അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന അങ്ങാടിയില്? ഒച്ചപ്പാടൊന്നുമല്ല ആബിദേ, അടി തന്നെ നടന്നേക്കണു. ഓനെ ഇന്റെ റൂമിലാണല്ലോ അവിടെ കച്ചവടം ഇട്ടിരിക്കേണ്ടത്. വാടകയ്ക്ക് ചെന്നാലേ ഓന് ഓരോ മുർനായം പറയും. ഇപ്പൊ ഇന്നലെ പറഞ്ഞ കുട്ടീനെ ദാസത്തിന് പോയിക്കൊണ്ട് കായില്ലാന്ന്. ആ പരിപാടി പറ്റൂലെന്ന് കാണാൻ ആണ്ടും കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയാണ്. അല്ലെങ്കിലേ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞുകൊണ്ട് ഞാൻ. സത്യത്തിലേ അയാളെ കുട്ടിക്ക് സുഖമില്ല. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയണേ ചെയ്തു കൊടുക്കി. ഒരു വിട്ടുവീഴ്ചക്കേ ഞാൻ തയ്യാറാവൂല. ഓനോട് എപ്പോഴും വാടകന്റെ കാര്യം ചെന്ന് ചോദിച്ചാലേ ഓൻ ഈ ഭർത്താനൊക്കെ പറയാ. ഈ ബിൽഡിങ്ങിന്റെ പരിപാടിയൊക്കെ ഞാൻ നിർത്തുകയാണേ. എവിടെയും ഒരു ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടാണെങ്കിലേ 2 കൊല്ലം കൂടുമ്പോ വിൽക്ക. നല്ല കായ് മറിഞ്ഞിട്ടും ഇത് ഇടങ്ങേറൊടിച്ചൊരു പരിപാടിയാണ്. പിന്നെ അടക്ക പാടത്തിനൊക്കെ കാര്യേ ഞാനും പാടും കൂടി നോക്കിയിട്ട് എനിക്ക് വിളിക്കാം. ആ മക്കളെ ഇങ്ങോട്ട് കാര്യം ഇരിക്കി. ഞങ്ങളെന്റെ സൽക്കാരത്തിന് വന്നൊന്നുമല്ല, ഒരു സംഗതി പറഞ്ഞല്ല എന്നോട്. അതെന്താ ചെയ്യാത്ത? ഞാൻ എവിടേക്ക് എൻ്റെ കുട്ടികളായിട്ട് പോകണു? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാനേ എൻ്റെ കുട്ടികൾ എൻ്റെ പെണ്ണുണ്ടല്ലോ ഇവിടെ അച്ഛനെ ഞാൻ ഇറങ്ങി തരാനേ ഇച്ചിരി വേറെ തരല്ല. അതുകൊണ്ടാണ്. എത്ര കാലായി കാക്ക നിങ്ങളോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട്? ഇപ്പം വന്നു പറഞ്ഞു, ഇവന്റെ ബാപ്പ വന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തീരെ ഉൾപ്പില്ലേ? കൊറേ പറഞ്ഞല്ലേ, നിനക്ക് അറിയായിട്ടല്ല അതിന്റെ വജ്ജി. അന്ന് ഞാൻ ഇപ്പാനോടും പറഞ്ഞു ഇച്ചൊരു 5 സെന്റ് തേല ഈ തേലത്തിൻ്റെ എവിടെയെങ്കിലും മൂലൊക്കെ തന്നാളിയെന്ന്. അതില്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. നിങ്ങൾ പിന്നെ തച്ചു എന്തായാലും ശരി. തച്ച് കൊന്നിട്ടാണെങ്കിലേ അങ്ങനെയും ചെജ്ജും. അതിനും മടിയില്ല, അതിനും വന്നതന്നെയാണ് ഞാന്. ഇജ്ജ് പറഞ്ഞ കൂടെ എന്റെ വല്യപ്പാന്റെ അടുത്ത് കായ് കൊടുത്ത് രേഖ ഉണ്ട്. എവിടെയാണ് എന്റെ രേഖ? ഇങ്ങോട്ട് എടുത്തോണ്ടാ രേഖ ഉണ്ട്. നിങ്ങൾ വച്ചിയും വിളിയിട്ട് കാണ്ട് കുണ്ടാഴ്ചത്തിനൊന്നും വേണ്ട. ഈ വാക്കാരൊക്കെ കൊടുന്നേക്കാണ് എന്തിനെന്തെങ്കിലും പേടിപ്പിച്ചു. നിങ്ങൾ ഇച്ചു ആളെ കിട്ടും വേണ്ടി വന്നാല്. അനക്ക ആൾക്കാരോ അന്നോടെ തച്ചൊന്നും കണ്ടേ തിജ്ജണ്ടിട്ടാൽ ഒരു ബാപ്പിയും ചോദിച്ചാൻ പറ്റില്ല. ഇജ്ജ് എന്താടാ വിചാരിച്ചിട്ടത്? ഇജ്ജ് ഇറങ്ങൂലെന്നാ വിചാരിച്ചിട്ടത്? അന്നെ ഇറക്കാച്ച അറിയിച്ചല്ല പോയടാ മക്കളും കുട്ടികളും വിചാരിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി എനിക്ക് സമയം തരുള്ളൂ. അതിന്റെ മുന്നേ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടി. ഞാൻ ഈ പുറത്തുണ്ടല്ലോ ഒന്ന് മുറിക്കാ കഴിഞ്ഞു. ഇജ്ജൊക്കെ ഇജ്ജ് എന്താടാ വിചാരിച്ചിട്ടത്? എന്തിനാ ഇവിടെ ഉൾപ്പില്ല നിക്കണേ? ആ ഒരു പറഞ്ഞാട് കേട്ടാ പോരെ നിങ്ങക്ക്? എത്ര പറഞ്ഞടാ അവനോട്? എത്ര ആളെ വിട്ട് പറഞ്ഞേക്കണു? ജോസിക്ക് കിട്ടും ഞാൻ ചോദിക്കണം. ആ വീരാങ്കാരൻ നല്ല മനസ്സിലാണ് ഇത്ര കാലം ഇവിടെ ജീവിച്ചത്. ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ബോധം വെച്ചിട്ടില്ലല്ലേ? ഈ പേര കണ്ടിട്ട് നിങ്ങൾ ഇത്ര കാലം നിന്നത്? വേറെ പേര നോക്കിക്കോളി. 2 ദിവസം കൊണ്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇതുപോലെയല്ല ഞങ്ങൾ വരിക. എന്റെ മോളോട് ഒരു കാര്യം പറഞ്ഞാണ്ടി, ഓൾക്ക് കുറച്ച് നാവ് കൂടുതലാണ്. അബ്ബാസിന്റെ നേരക്കേറ്റോളം നാവ് പൊന്തിയാലേ ആ നാവ് ചവിട്ടിയാണ് കുറച്ചു. ഞാനേ എന്നെ കൊണ്ട് വർത്താനം പറപ്പിച്ചണ്ട.
മായമുട്ടിയെ ഇത് കാര്യക്കടാ. പത്രം ഇവിടെ എടുക്കുകയാണല്ലോ, കണ്ടിട്ടില്ലേ? അതൊന്നും ഇപ്പൊ ഇവിടെ വായിച്ചാലോ വിട്ടിട്ടില്ല. അതാ പാർട്ടിക്കാർ ചെക്കന്മാര് ഒരു കൊല്ലത്തിന് ചേർപ്പിച്ചതാ. അത് പോലും ഇവിടെ കൊടുന്നിട്ട് കാണ്ട് പോകും. ബാക്കിയുള്ളവർക്ക് അത് നോക്കാനോ ഇവില്ല. എത്തപ്പോ പണിയൊന്നും ഉണ്ടാവില്ല മുട്ടിയെ. നമ്മൾ അൽബിക്കുട്ടിയേച്ചിക്കേ കൊച്ചു കൊമ്പിന് തറ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പണി ഞാനും ആ തക്കിടി മമ്മും കൂടി അങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേറെ പണിക്കൊന്നും അങ്ങനെ പോയി ബെജ്ജല തടിയുണ്ട്. അല്ലടാ, പിന്നെ എൻ്റെ ആ പെണ്ണിന് വല്ല കല്യാണം വന്നോ? കല്യാണം തലങ്ങും ബലങ്ങും പേരുണ്ടാജിയാലേ. അത് ഞമ്മക്കേ പറ്റുമ്പോൾ ഓൾക്ക് പറ്റൂല, ഓൾക്ക് പറ്റുമ്പോൾ ഞമ്മക്ക് പറ്റൂല. പിന്നെ ഇപ്പോൾ ഒന്ന് കെട്ടിച്ച് കാര്യം തീർത്തല്ലേ, 2 കുട്ടികളും ഇല്ലേ. പിന്നെ ഇപ്പം തൊള്ളോണ്ട് പറഞ്ഞാൽ പോയല്ലോ, ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്ന വേണം, കുറച്ച് കായും വേണം. കല്യാണം കോലുള്ളത് വരികയാണെങ്കിൽ അത് ഉറപ്പിച്ചോ. കായിൻ്റെ കാര്യത്തിൽ ഇജ്ജ് ബേജാറാവണ്ട, ഞമ്മളൊക്കെ ഇവിടെ ഇല്ലേ. നിങ്ങളും അൽബിക്കുട്ടിയേച്ചിയൊക്കെ ഉള്ളതാണ് ഇച്ചൊരു സമാധാനം. പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി പോകുന്നതാണ്. നമ്മളാ മഞ്ഞക്കണ്ടം ബീരാനേ ഇന്നിൻ്റെ കുട്ടികളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ഓരോരില്ലാത്തതും പറഞ്ഞേക്കാണ്ടേ വെറുതെ മനസ്സിലായിട്ട് ദ്രോഹിച്ചാണ് പല നിലക്കും. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധപ്പെടുത്താച്ചിട്ട് ഞങ്ങൾ പോന്നേക്കേണ്ടത്. എത്തിയപ്പോ എന്നെ കാട്ടി പൊന്നാര ആചാര്യ ബീരാൻ്റെ ആ വലിയ ചെക്കനും പറമ്പിലെ കോയാൻ്റെ ആ ചെക്കൻ്റെ തടി മണ്ണുണ്ടായിട്ടേ ഓൾ 2 കൂടെ പെരിയിൽ വന്നിരുന്നു. കുറേ പോക്കറ്ററൊക്കെ പറഞ്ഞു, എന്നെ ഉന്തി തള്ളി, ഞാൻ വീണു. പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ഇറക്കി വിടും തന്നെ പെണ്ണിനെ ബേത്തിയും കാട്ടുന്നൊക്കെ പറഞ്ഞു കണ്ട് ഇവിടെ കാണാൻ പാടില്ല, ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ എന്നോട്. ഇതൊന്നും ഓല് പറയല്ല, ആ ബീരാൻ പറഞ്ഞിട്ട് ചെയ്യാൻ അറ്റങ്ങൾ. ഞാൻ ദത്ത കാട്ടേണ്ടി. എന്താടാ ബീരാനും വല്ല മാനസികമായിട്ടുണ്ടോ? മാനസികമൊന്നുമില്ല. ഓലപ്പോൾ ആ ഏക്കർ കണക്കിന് തലത്തിൻ്റെ മുന്നിലാണ് അപ്പം എൻ്റെ ആ ചെറിയ പേര. അപ്പോൾ ഓൾക്കിപ്പോൾ അത് വലിയൊരു കുറവാണ്. ഞാൻ അറ്റങ്ങളോട് പറഞ്ഞു, ഏതെങ്കിലും മൂലക്കൊരു 5 സെൻറ്റ് തല തന്നാളി. അതുപോലെ ചെവി കേൾക്കണമില്ല. അപ്പം ഞാൻ അവൻ ഇട്ട് തന്നെ പോണേക്ക് പോകണം. അതിനുള്ളത് ഉൽമാണ് ആചാരൻ. നിങ്ങളെ എന്തെങ്കിലും ബജ്ജി ഉണ്ടാക്കി തരി. എത്തട പേടിച്ചാന്, തമ്പ്രാക്കന്മാരെ ഭരണമൊന്നല്ലല്ലോ. പോലീസേഴ്സ് പോയി കേസാണ്ട് കൊടുക്കണം. ഞാനും അവിടെ പോരാ. കേസ് കൊടുക്കാൻ പറ്റൂല ആചാരൻ, അതിന് രേഖയൊന്നുമില്ല. ഞാൻ പണ്ട് ബീരാൻ്റെ ബാപ്പാൻ്റെ ഒപ്പേ ഒരു സിംഗിടി ആയിട്ട് ഇങ്ങനെ നടന്നിരുന്നല്ലോ. അന്ന് മൂപ്പരെടുത്ത് കുറച്ച് കായ് ഒരു കൂട്ടിക്കാണെങ്കിൽ കൊടുത്തേക്കണു. അപ്പം എന്നോട് പറഞ്ഞു, എടാ അനക്ക് എവിടെ വേണമെങ്കിലും ഒരു കൂര വെച്ചിട്ടിക്കോന്ന്. ഞാൻ അതിന് രേഖയും ചോദിച്ചിട്ടില്ല, അത് എഴുതിയിട്ടൊന്നുമില്ല. അതൊക്കെ ഈ ബീരാനെ അറിയാം. അജ്ജത്തടാ, ഇജ്ജ അന്നാ ചെയ്തത് ഒരു പൊട്ടത്തരാണല്ലോ. അന്നിപ്പോൾ അത് ആചാരേ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ നിങ്ങൾ മൂപ്പര് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു, നാട്ടിലൊക്കെ വേണ്ടപ്പെട്ട ആളെയുന്നല്ലോ. ഈ മനുഷ്യൻ സുഖമില്ലാതെ കിടക്കുമ്പോഴേ ഈ ബീരാൻ മുഖാന്തരം പറഞ്ഞതാണ്, ഇന്നെ അവിടുന്ന് ഇറക്കി വിടരുത്, ആ കൂര ഓനുള്ളതാണെന്നൊക്കെ. അതൊക്കെ മറന്നേക്കണോ? അതാ നീ മനഃപൂർവ്വം ചെയ്യാന്നാവും. അതുകൊണ്ട് കേസിനും കൂട്ടത്തിനൊന്ന് പോച്ച് കഴിയൂല. നിങ്ങൾ ബീരാനെ കണ്ടുകാണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകാണ്ട് ആ മട്ടത്തിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി തരുമോ? ബീരാന്റെ കാര്യത്തിലായതുകൊണ്ട് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഓൻ ഒരിക്കൽ പറഞ്ഞത് പിന്നെ പറയില്ല. ഓൻ പണം കണ്ടുനോടത്തേക്ക് മറിയണ ആളാണ്. ഓൻ്റെ അതേമാതിരി തന്നെയാണ് ഓൻ്റെ മൂത്ത മോനും. അതുകൊണ്ട് ഇന്നതീക്ക് വലിച്ചേക്കല്ല മൈമുട്ടിയെ. എന്നാ എന്തെങ്കിലും ബജ്ജിങ്ങൾ പറഞ്ഞു തരാം അജിരാക്ക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആ ബീരാൻ്റെ ചെറിയ മോണ്ടല്ലോ, ഓൻ ആ വല്യപ്പാൻ്റെ നല്ല സ്വഭാവമുണ്ട്. ഓനോടൊന്ന് പറഞ്ഞാൽ ലെവലായി കിട്ടുന്നൊരു തോന്നലുണ്ട്. ഇജ്ജ് അതൊന്ന് നോക്കേ. അന്നെ കൊണ്ട് കിട്ടിയതാണത്. അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞു ഓനാ കായ് കൊടുക്കണ്ടെന്ന്. ഓ അളിയാക്ക എന്തേലും ചെയ്തേരി, ഞങ്ങൾക്ക് കടം വീട്ടിൽ തരാമെന്ന് പറഞ്ഞിട്ടേ 6 മാസം കഴിഞ്ഞു. ഇതുവരെ ആ പൈസ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഞാൻ ഈ ചോദിച്ചാലേ ഞങ്ങൾ രണ്ടാളും തിരക്കൂടേണ്ടി വരും. ഇജ്ജേ പെങ്ങൾ എന്നുള്ള രീതി ഇജ്ജനാണ് ചോദിച്ചാളെ. പൊന്നാര മനസ്സവും കൊടുന്നേരും, ഓൻ്റെ അടുത്ത് ഇല്ലായിട്ടാണ്. ഓ അങ്ങനെ തരാത്ത ആളൊന്നല്ല. ഞാൻ ഒരു മനുഷ്യനെ ഒരു ഉറുപ്പ്യ കടം കൊടുക്കാത്തതാണ്. കൊടുത്താനുള്ള സ്ഥിതി ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരോ. അതിപ്പോ എന്റെ ആങ്ങളല്ലേ എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. വെറുതെ കുടുംബം തെറ്റിച്ചാലുള്ള ഒരു പണിയാണ് ഇപ്പൊ ഈ ചെയ്തേക്കുന്നത്. നിങ്ങൾ ചാടി കളിച്ചൊന്നും വേണ്ട. ഞാൻ ഓനെ വിളിച്ചിക്കാണ്ട് ആ പൈസ കൊണ്ടുവരാൻ പറയട്ടെ. നിങ്ങളെ പൈസ പോവൊന്നുമില്ല. കൊടുന്നാലേ ഓനും നന്നു അനക്കും നന്നാവും. എന്റെ വേറെ സ്വഭാവം ഉണ്ട്, അത് നിങ്ങൾ രണ്ടാളും ഉടുപ്പിച്ചായിരുന്നാ മതി. കുക്കുറജി ചോറ് നിക്കണാ, ഇല്ലെങ്കിൽ ഓള് വളമ്പി തരും, പോയി തിന്നാ. ഞാൻ കഴിച്ചേക്കണുമ്മ. ഇന്നൊരു കല്യാണ നിശ്ചയം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പാ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാണ്ട്. ഇജ്ജൊക്കെ പാടെ പോയി നിശ്ചയിച്ച കല്യാണത്തിനെ വല്ല സഹായം കൊടുക്കാനേക്കാരല്ലേ.
അതല്ലാത്ത വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോ. സഹായ ഒരു മനസ്സിന് നിങ്ങൾ ചെജ്ജൂലെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ, ആ മയമുട്ടാക്കാന്റെ കാര്യമാണ്. മൂപ്പരെ പെരി പോയിക്കണ്ട അബ്ബാസുവിന്റെ ചങ്ങായും കൂടി അയാളെ തച്ചൊക്കെ ചെയ്തേക്കണു. എന്തെങ്കിലും ആവശ്യമുണ്ടപ്പ അതിന്റെ? മയമുട്ടിനെ തച്ചപ്പോളേ എനിക്ക് പൊള്ളിയ സുക്കൂറെ, എന്റെ അമ്മോസനൊന്നും അല്ലല്ലോ ഓനെ. അബ്ബാസിനെ പറഞ്ഞയച്ച ഞാനാണേ. അബ്ബാസ് തച്ച് പോന്നിട്ടുള്ളൂ. ഞാൻ പോവാണെങ്കിലേ പേരടക്കം അവന്റെ കുട്ടികളൊക്കെ പടം കത്തിച്ച് പോന്നിട്ടുണ്ടാവും. നിങ്ങളെ ഔദാര്യൊന്നല്ല അയാൾ പാർക്കണത്, അയാളെ അവകാശമാണ്. നമ്മളെ വല്യപ്പാന്റെ അടുത്തുനിന്ന് പൈസ കൊടുത്തുകൊണ്ട് വാങ്ങിയാൽ നിങ്ങളെന്നെ എമ്മാനോട് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. വല്യപ്പ മരിച്ചതിന് മുന്നേ നിങ്ങളോട് അത് പറഞ്ഞതുമാണ്. അത് സുക്കൂറെ പണ്ടേ ഇന്റെ ഇപ്പാന്റെ സിങ്കിടേന്ന് ഓനെ അങ്ങനെ ഒപ്പം നടന്നിക്കാണ്ട് ഓൻ മേടിച്ചതാണ്. ഓൻ അതിന് ഇതൊന്നും കൊടുത്തിട്ടില്ല. അതിന് രേഖയും കാര്യങ്ങളൊന്നും ഓൻ്റെ അടുത്തില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ രേഖയെ അത് ദുനിയാവുക്കുള്ളതാണ്. നാളെ പറിച്ചോന്റെ അടുത്തേക്ക് പറഞ്ഞ ബാക്കിനാണ് വില. ബാക്ക് പാലിച്ചാൽ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളേ? ബാക്കൊക്കെ എന്റെ വല്ലിപ്പിയും ഈ മൈമുട്ടി മുഖാന്തരേ എന്നോട് പറഞ്ഞതൊക്കെ തന്നെ. പിന്നെ എനിക്ക് ഇപ്പൊ ആ മുതലേ ഓന് കൊടുക്കാൻ ഒരു സൗകര്യമില്ല. അതിന്റെ പിന്നാലെ ഇജ്ജ് നടക്കണ്ടോ. ഇപ്പൊ ഞാൻ പറയണ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കേക്കി. നമ്മൾ അബ്ബാസ് ഇപ്പൊ ആ കോംപ്ലക്സ് തുടങ്ങണ അയാൾ താമസിക്കുന്ന പേരന്റെ ബാക്കിലുള്ള സ്ഥലത്താണല്ലോ. അപ്പൊ അത് അയാളോടൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങൾ അയാളെ ഒഴിപ്പിക്കണമെന്ന് എനിക്കറിയാം. അയാളോടൊന്ന് പോവും. അതിന് പകരേ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു 5 സെന്റ് സ്ഥലം ഒരു പേരെ അയാൾക്ക് വെച്ചു കൊടുത്താൽ മതി. അതിന് അയാൾ റെഡി ആണേനു. ഇച്ച അങ്ങനെ പലയിടത്തും സ്ഥലം ഉണ്ടാവും. പാടത്തുണ്ട് 3 ഏക്കറ, പറമ്പിൽ 4 ഏക്കറുണ്ട്, ആ പള്ളിയിലായിട്ട് 2 ഏക്കറുണ്ട്. അതിനൊന്നും ഒരു സെന്റ് ഭൂമി മയമുട്ടിക്ക് ഞാൻ കൊടുക്കൂല. മുതൽ എൻ്റെ അടുത്തുണ്ടോ ഇജ്ജ് കൊടുത്തോ, എന്നിട്ടൊരു പേരും കയറ്റി കൊടുത്താളെ. ഇജ്ജ് വല്ല സാമൂഹ്യ പ്രവർത്തകനായിട്ട് നാട്ടിൽ നടക്കല്ലേ, നാട്ടുകാരെ നന്നാക്കാൻ എനിക്ക് പറ്റിയ പണിയാണ്. ഇത്രയും മുതലുള്ള പവറിലാണേ ഞാൻ ഈ നാട്ടിൽ ജീവിച്ചു പോകേണ്ടത്. എന്നാലേ നാട്ടുകാരോട് ഞാൻ പറയാൻ പോകുന്ന നാളെ മുതലേ എനിക്ക് 2 വല്യപ്പുണ്ടായിരുന്നു. കുറച്ചും കൂടി പവറാണ് കൂടട്ടെ. ചിലക്കള പോടാവിടുന്ന് എന്തായാലും പറഞ്ഞ തട്ടുത്തരം പറയച്ച്. മയമുട്ടിക്ക് ചുക്കാൻ പിടിച്ചിക്കാണ്ടേ ഭർത്താനം പറഞ്ഞിക്കാണ്ട് ഈ പെരയിൽ നിൽക്കണ്ട, ഇറങ്ങിക്കോ പുറത്തേക്ക്. ഓന്റെ ആ ചെറ്റക്കൂടിലുണ്ടല്ലോ അതിൽ പോയി പാർത്തോ. ഈ പെരയ്ക്ക് ഈ കാര്യം പറഞ്ഞ് പേരെന്നെ വേണ്ട. നിങ്ങൾ രണ്ടാളേ നാട്ടുകാരെ കാര്യം പറഞ്ഞിക്കാണ്ട് ഇവിടെ ഒച്ചും പുളി ഉണ്ടാക്കണ്ട. ഇജ്ജ് പോയി ചോറുന്നാ. അല്ല എന്തായി നമ്മളാ പാരന്റിങ് സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ? മമ്മുവാ, ഞാൻ അമ്മറാജിന്റെ അടുത്ത് പോയിന്നു. പക്ഷെ മൂപ്പര് ഈ ബീരാന്റെ കാര്യത്തിലേ ഇടപെടൂലെന്നാ പറഞ്ഞത്. ഇയാളൊരു ചെറിയ ചക്കുണ്ട് സുക്കൂർ പറഞ്ഞിട്ട്, ഓനായിട്ട് കണ്ടു നോക്കി. ഓൻ കുറച്ചൊരു പദമുള്ളവനാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഓന് സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓനെ കണ്ട് എന്നോട് ഇപ്പാനൊന്ന് കണ്ടുകാണ്ടേ അതിൻ്റെ മട്ടത്തിനും താഴത്തിനും വർത്താനം പറയാന്ന് പറഞ്ഞേക്കണു. ഓൻ ഇടപെട്ടാൽ നടക്കും. അതിലൊരു മനുഷ്യപ്പറ്റുള്ളത് ഓൻ തന്നെ ഉള്ളതാണ്. ഇനി അഥവാ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കരുത് കേട്ടോ. ആ പെരും കൂടിയൊക്കെ ഇജ്ജുണ്ടാക്കിയത് തന്നെയാണ്. അപ്പം നമുക്ക് കേസുമാ പോവാണെങ്കിൽ പോകാം. മമ്മോ, കേസിന് പോയിട്ടൊന്നും വലിയ കാര്യമില്ല. ഓൻ്റെ ബാപ്പേ ഞാനും കൂടി ഉണ്ടായിരുന്ന ഇടപാടല്ലേ, അതിന് തെളിവൊന്നുമില്ലല്ലോ, രേഖയില്ല. പക്ഷെ ഞാൻ കേസിന് പോകണമെന്നാ ഓൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ ഓന് എളുപ്പമുണ്ട് സംഗതിക്ക്. അതിപ്പോൾ എനിക്ക് ചോദിച്ചാനും പറയാനൊന്നും ആളില്ല എന്നുള്ളത് അറിയാം. അതാണ് എൻ്റെ മേക്കെട്ടക്ക് ഇങ്ങനെ കയറുന്നത്. എന്താ പാടൊരു ഒച്ചപ്പാട്? എത്തപ്പാട് മുക്കറൊട്ടിച്ചിന് ഒച്ചയായി കേട്ടില്ല. പന്നികളായിട്ടാണെന്നാവും. ഇപ്പൊ പന്നി നട്ടുച്ചക്ക് ഇറങ്ങലുണ്ട്. നമ്മളൊന്ന് പോയി നോക്കുക, കള്ളി അറിയാലോ. പൊന്നാരുണ്ട് മമ്മോ, ഒരാളാണ് വീണെടുക്കുന്നുണ്ടല്ലോ. പൊന്നാരത് നമ്മളെ ബീരാനാണല്ലോ. അത് എത്തി പറ്റിയേക്കൊന്നാവല്ലോ. ബീരാൻ തൊള്ളി കൂടി നരിയുമ്പോഴൊക്കെ വരുന്നുണ്ടല്ലോ, ഒരു ഇളക്കൂല്ല. ഞാൻ മുറിച്ചൂട്ടാ, നമുക്ക് ആ റോഡുമ്മക്ക് എത്തിച്ചാ ആസ്പത്രി കൊണ്ടുപോണേ. ഈ ബൈക്കൊന്നും ഒരു മനുഷ്യൻ വരൂല. അവിടെ കടന്നോട്ടെ, ജീവൻ പോയ ഇജ്ജ് കഴിച്ചിലായില്ലേ? ഇയാളെ സ്വഭാവമല്ല ഞമ്മക്ക്, നമ്മൾ മനുഷ്യന്മാരല്ലേ. അങ്ങനത്തെ ഒരു കഴിച്ചിലായി എനിക്ക് വേണ്ട. ഇജ്ജ് പിടിച്ചൂട്ടാ, ആ ആസ്പത്രി കൊണ്ടുപോകാം. പൊന്നാര മക്കളെ, ഈ ബീരാങ്കാക്കാൻ്റെ സ്വഭാവം നിങ്ങൾ ആരും എടുക്കരുത് കേട്ടോ. നമ്മളൊന്ന് വീണെടുക്കുമ്പോഴേ നമ്മളെ ശത്രുക്കളേക്കാരം നമ്മളെ ഒന്ന് ഏറ്റി കൊണ്ടുപോകാൻ ഉണ്ടാവുള്ളൂ. ആരും ശത്രുക്കളായിട്ട് കാണണ്ട. എല്ലാവരും അവനാരെ കൂടപ്പറപ്പായിട്ട് കണ്ടുകാണ്ട് ജീവിച്ചോളി. അതാണ് നിങ്ങൾക്കും നല്ലത്, എനിക്കും നല്ലത്. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളത്.